ഹലോ ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്തരച്ച സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറികൾ തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെള്ളരിക്ക, ചേന, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, പച്ചമുളക്. തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: ഉലുവ, ഉഴുന്ന്, കായപ്പൊടി, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, ഇവയൊക്കെയാണ് വേണ്ടത്. ആദ്യം നമുക്ക് പച്ചക്കറി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പരിപ്പും പച്ചക്കറിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് 3 വിസിൽ വരെ വേവാൻ വെക്കുക. ആ സമയം കൊണ്ട് വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ നമുക്കൊന്ന് വേറൊരു പാനിൽ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ, ഉലുവ, ഉഴുന്ന്, തേങ്ങ ഇവയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, കുഞ്ഞുള്ളി, കറിവേപ്പില ചേർത്ത് ഒന്നും കൂടി നല്ലപോലെ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഓഫ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് അരച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കൂട്ടി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. തേങ്ങ വറുക്കുന്ന സമയം കൊണ്ട് ഒരു നാരങ്ങ വലിപ്പമുള്ള പുളി അത്യാവശ്യം ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുക. അത് വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ഈ കുക്കറിലേക്ക് ആഡ് ചെയ്യുക. താളിച്ചൊഴിക്കാൻ വേണ്ടി വേറൊരു പാനിലേക്ക് അത്യാവശ്യം എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചൊഴിക്കുക. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു.